Indians. ചേച്ചിയ ചായത്ത് എന്ത് തന്നെ നല്ല മധുരമുണ്ട്. നല്ല മധുരം കുറയ്ക്കണം, നിനക്ക് മധുരം വേണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇട്ടത്. ഈ പ്രാവശ്യം ഓണത്തിനേ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാവും. കായൊക്കെ ഉണ്ടല്ലോ കിലോന് 70 ഉറുപ്പിയുടെ മേലെ പോവും. അയ്യോ അല്ല ഓണം അല്ലേ, എല്ലാത്തിനും വില കൊടുക്കും. എടാ അതിൽ ഇൻസ്റ്റാൾമെന്റ് ഒന്നും ഇല്ലേ ഇതിനൊക്കെ? ഇത് ഈ മറ്റേ ഓണച്ചന്തയിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വില കുറയും, അത്രേ ഉള്ളൂ കായക്കൊക്കെ. ബാക്കിയൊക്കെ കടകളിലൊക്കെ നല്ല വിലയായിരിക്കും. അല്ലടാ നിന്റെ ചീരത്തോട്ടത്തിലെ പണിക്കാർക്ക് ബോണസ് ഒക്കെ കൊടുക്കണ്ടേ ഇനിയിപ്പോ? പിന്നെ കൊടുക്കണ്ടേ, കൊടുക്കണം. എല്ലാവർക്കും ബോണസ് കൊടുക്കണം. പിന്നെ അവർക്ക് ഓണത്തിന് പച്ചക്കറി കൊടുക്കണം, പിന്നെ ഡ്രസ്സ് എടുക്കാൻ പൈസ കൊടുക്കണം, എല്ലാ സഹായം ചെയ്ത് കൊടുക്കണം. ഓണത്തിന് എല്ലാത്തിനും കൊടുക്കന്നെ. കാരണം മണ്ണിലെ പണിയെടുക്കുന്നവർക്കാണ് ഓണേ. അല്ലടാ അത് നീ മലയാളികളെയൊക്കെ മാറ്റിയിട്ട് പിന്നെ നീ ബംഗാളികളെല്ലാം എടുത്തിരിക്കുന്നത്, അവർക്ക് എന്തോന്ന് ഓണോടാ സംക്രാന്തിയാ? അപ്പൊ മലയാളികൾക്കല്ല ഓണം, ബംഗാളികൾക്കാണ് ഓണം. അവരൊക്കെ 10 ദിവസം മുമ്പ് ഓണാഘോഷിക്കാൻ തുടങ്ങും. നമ്മുടെ മലയാളികൾക്ക് എന്തോ ഓണം? അതിനിടയ്ക്ക് ഒരു ബംഗാളി എന്നോട് പറയാണ്, മറ്റേ ഒരു ബംഗാളി മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത്. പുലി കളിക്കാനാരാ? ബംഗാളിയാ. ചെണ്ട കൊട്ടാനാരാ? ബംഗാളിയാ. മാവേലി കെട്ടുന്നത് വരെ ബംഗാളിയാ. ചുരുക്കം പറഞ്ഞാൽ ബംഗാളികളും മലയാളിയായി മാറി എന്നർത്ഥം. അത് ബംഗാളികളില്ലാത്ത കേരളം ഇല്ലേ? ഇപ്പൊ ഈ കേരളം മുഴുവൻ ബംഗാളികളുടെ കയ്യിലാ. മലയാളമൊക്കെ നല്ലപോലെ സംസാരിക്കുന്നവർ തന്നെ നന്നായി സംസാരിക്കും. അതാണ് അതില്. ഇനിയിപ്പൊ എന്റെ അടുത്ത് ആകെ പണിയെടുക്കണത് ആ വയസ്സായ രാമേട്ടൻ മാത്രമേ ഉള്ളൂ മലയാളി. അയാൾക്കാണെങ്കിൽ പിന്നെ പൈസ കയ്യിൽ കൊടുക്കൂലേ? എന്താടാ മലയാളികളുടെ ഓണാഘോഷിക്കും. കിട്ടിയ കാശിന് മുഴുവൻ വെള്ളം അടിച്ചിട്ട് തിരുവോണത്തിന്റെ തലേന്ന് വല്ല ഓടയിലും കിടക്കും. അപ്പൊ ആ കാശ് ഞാൻ രാമേട്ടന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കും. അത് നല്ല കാര്യം. അപ്പൊ ഓണാഘോഷിക്കുക. അങ്ങനെയാണ്. നടരാജ ഞാൻ വാട്സാപ്പിൽ ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് കടകളുടെ. അവിടെ ചെല്ലണം. അവിടെ ചെന്നിട്ട് ഓണക്കിട്ട് നമുക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ അവർ തരും. അവരെടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നീ അത് പുരുഷൂനെയൊക്കെ ഞാൻ വേറെ വഴിക്ക് വിട്ടിട്ടുണ്ട്. പുരുഷു വേറൊരു വഴിക്ക് പോവും. അവൻ പാപ്പനം കൂടെ ആ സൈഡിലോട്ട് പോകുന്നുണ്ട്. നീ ഞാൻ ഇട്ട എൻ്റെ നടരാജ ഒന്ന് പറയണ കേക്ക്. അതെ, ആ വാട്സാപ്പ് നോക്ക്. അതിൽ കടകളുടെ ആളുടെ എല്ലാം പേരുണ്ട് അതിൽ. പോയി മേടിച്ചോണ്ട് വാ. ഓ ശരി. ആ പുരുഷന്റെ നടരാജനൊക്കെ പറഞ്ഞേക്കുമ്പോ അതിന്റെ കൂടെ വിവരമുള്ള ആരെങ്കിലും കൂടി വിട്ടുവിടാ. എന്നപ്പോ ഇങ്ങനെ വായിട്ട് അലക്കണം. അമ്മാവ ഇങ്ങനെയൊക്കെ പോയി ആൾക്കാരായിട്ട് ഇടപെട്ടല്ലേ വിവരമൊക്കെ ഉണ്ടാവാൻ. എന്നും പിന്നെ ഇങ്ങനെ ഇരുന്നാൽ മതിയാ? ഒരു മാറ്റം വരണ്ടേ? ഈ പ്രാവശ്യം ഓണക്കിറ്റുണ്ട്. ഓണക്കിറ്റിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. എത്ര വിട്ട് കൊടുക്കുന്നുണ്ട്? ഇപ്രാവശ്യം ഒരു 100-200 വീട് ആൾക്കാർ പാവങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ട് അല്ലേ? പിന്നെ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ ആരെയൊന്നും 10ന്റെ പൈസ വാങ്ങണ്ടില്ല. പാർട്ടി എടുക്കുകയാണ്? അല്ല, അവർ സാധനമായിട്ട് തരും. നമ്മൾ സാധനമായിട്ട് മേടിക്കുക. അതായത് ഇപ്പോൾ ഉള്ളി തരുന്ന ആളിൽ കുറേ ഉള്ളി തരാം. ഇനിയിപ്പം സവാള തരുന്ന ആൾ സവാള, പഞ്ചസാര തരുന്ന ആൾ, അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്യും. ഇനിയിപ്പോൾ എല്ലാ സാധനവും തരുന്ന ആളും എല്ലാം തരാം. കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ ഒരു ഗോഡൗണിൽ വെച്ചിട്ട് അവിടുന്ന് എല്ലാം ഇങ്ങനെ തരം തിരിച്ച് പലചരക്ക് കടയിലും പച്ചക്കറി കടയിലും കയറിയിട്ടൊക്കെയാണ് പിരിവ്. എല്ലാം ഉണ്ട്. എല്ലാ സൂപ്പർ മാർക്കറ്റുകൾ അത് ഇത് മുറുക്കാൻകട വരെ ഉണ്ട്. ഒന്നും വിടണില്ല. അത് നന്നായി. അമ്മാവന് വേണമെങ്കിൽ 10-9 പിടി ചീര തരാം പച്ചക്കറിയുടെ ഭാഗത്തിൽ. 50 പിടി ചീര ഒന്നും എന്താ പറഞ്ഞു? ഓണാണ്, പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ്. അത് അങ്ങനെയാണ് വെറുതെ കൊടുക്കാൻ പറ്റുമോ? പാവങ്ങൾക്ക് വേണ്ടിയല്ലേ ഒരു സൽക്കർമ്മം ചെയ്യമ്മാവ. ഒരു 20 പിടി ചീര തരാം. പിന്നെ ഒരു 2 കൊല കായും തരാം, പച്ചക്കായ. ഈ 2 കായ എടുത്തിട്ട് ഓരോ കിറ്റിലിട്ടോ. അത് മതി. അമ്മാവന്റെ പേരിൽ ഒരു 25 ചീരയും 25 പിടി ചീരയും 5 കൊലയും. എന്താ ഞാൻ 20ഉം 2ആണ് പറഞ്ഞേ? അമ്മാവ 25ഉം ഇതായിട്ട് റൗണ്ട് ചെയ്യും. ഒരു ഇതായിട്ട് കിടക്കട്ടെ. ഈ രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം കാണിക്കില്ല. നിന്റെ വീട്ടിലേക്കുള്ളത് ഞാൻ വേറെ തരാം. അതെ, എനിക്കിതൊന്നും വേണ്ടേ. ഞങ്ങളിത് പാവങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു 5 പാവങ്ങൾ കൂടെ കിട്ടിയത് നല്ലതല്ലേ? നോക്കട്ടെ പിന്നെ നോക്കട്ടെ, തരാ. അമ്മയ്ക്ക് വേണമെങ്കിൽ സാധനമായിട്ട് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയ്ക്ക് പൈസ ആയിട്ട് വേണമെങ്കിൽ അമ്മേരേന്ന് മാത്രം, വേറെ ആരെയും നമ്മൾ വാങ്ങിക്കില്ല കേട്ടാ. പൈസ ആയിട്ട് സഹായിക്കാം. അത് നീ കുറേ സാധനങ്ങളൊക്കെ എൻ്റെ മാറ്റിയതിന് ശേഷം ഒരു 2000 രൂപ കടമായിട്ട് തരണം എന്ന് പറഞ്ഞ് വാങ്ങിച്ച ഓർമ്മയുണ്ട? അത് ഇതുവരെ തന്നില്ല. കഴിഞ്ഞ ഓണത്തിന് തന്നത്. ഓരോന്നിനും വയസ്സാകുമ്പോൾ ബുദ്ധി ആരോഗ്യം കുറയും. ഇവിടെ നേരെ തിരിച്ചാണ്, എല്ലാം കൂടി വരും.
എന്തോടെ ചായ കുടിക്കാം. ചായ വേണ്ട, ഒരു കടി. ഞാൻ നിങ്ങളെ തിരക്കിയിരിക്കുവായിരുന്നു. നിങ്ങളൊരു വണ്ടി എവിടെ കണ്ട് വേറെ എന്തോ പരിപ്പടയുണ്ട്. ആ പരിപ്പട മതി. ഒരു വണ്ടി എവിടെ കണ്ട് ശരിയാക്കൊണ്ടെന്ന് നിങ്ങൾ എന്താ പറയുന്നത്? കൊണ്ടുവരാം വണ്ടി. നിങ്ങൾ കൊണ്ടുവരണ്ടപ്പാ. ആ വണ്ടി എവിടെ ഇരിക്കുന്ന പറ, എന്നിട്ട് അവരെ വിളിച്ചോളൂ, ഞാൻ പോയി എടുത്തോളാം. വണ്ടി ഇവിടെ ഗാന്ധിനഗറിൽ ഒരു വണ്ടിയുണ്ട്. ആണോ? അപ്പൊ ആ വീട്ടുകാരെ വിളിച്ചു പറ, ഞാൻ കണ്ട നാളെ രാവിലെ എനിക്ക് വഴി പറഞ്ഞു തന്നെ ഞാൻ പോയി എടുത്തോളാം. ഞാൻ വിളിച്ചു പറയാം കേട്ടോ? അല്ലാണ്ട് ഇപ്പൊ തന്നെ അൻസാർക്ക് 4 വണ്ടി പണിയിക്കാൻ കൊണ്ടുവന്നു. 1200 രൂപ കമ്മീഷൻ മേടിച്ചറിയാവോ? ഞാനതിൽ കൊണ്ടുവരും. ഞാൻ 10 വണ്ടി റെഡിയാക്കി തരും. നിങ്ങൾ കൊണ്ടുവരണ്ട. എവിടാ വണ്ടി ഉള്ളതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ ഞാൻ പോയി മേടിച്ചോളാം. എടുത്തൊന്ന് പണിഞ്ഞോളാം. ഞാൻ അവിടെ വിളിച്ചു പറയാം. അവിടെ പോയി എടുത്താൽ മതി. നിങ്ങൾ അലക്കാനും അറിയല്ലേ? സുരേച്ചി ചായ കുടിക്കുന്നോ? ഇങ്ങോട്ട് പോവാ. വീട്ടില് ഞാനും വരുന്നു. ഞാൻ പോട്ടെ. ഇപ്പം ഇവിടുത്തെ പൈസ കൊടുക്കത്തില്ലേ? കൊടുക്കാം. കാര്യായിട്ടുണ്ടല്ലോ. ഓണം വരുന്നോണ്ടേ ഉള്ളിയും കിഴങ്ങും ആദായത്തിൽ വിൽക്കുന്നു. അത് 2 ഓരോ കിലോ മേടിച്ചു. പിന്നെ ഉണക്ക മീൻ, തൈര്, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് പെൻഡിങ് പൈസ പണിയുടെ കിട്ടി. കുറച്ച് റോസ്മേരിക്ക് അയച്ചു കൊടുത്തു. ബാക്കി ഇച്ചിരി സാധനം മേടിച്ചു. റൊണാൾഡിന് ഓണം വന്നു. ആയില്ല, ഇനിയല്ലേ വരത്തുള്ളൂ. ഇല്ലിപ്പണ്ണേ എന്തോ ഇതെവിടെ പോയി? ഓണസമ്മാനം എന്തോ തുറന്നു നോക്ക്. ഉപ്പുണ്ടോന്ന് നോക്കി. 1 മിനിറ്റ്. ഉപ്പുണ്ടോന്ന് നോക്കി. കയ്യിൽ കറ. പിന്നെ കൈ കടിയിട്ടല്ലേ എല്ലാം തിന്നുന്നത്. മതിയാ? മല്ലിയുടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടാ? അമ്പോ ഇതെല്ലാം ഇവിടത്തേക്കാണോ? പിന്നെ ഇവിടത്തേക്ക് മേടിക്കാതെ കൊടുക്കാളെ കൊടുക്കാളെ ഇവിടെ തന്നാ മതിയോ? ഇതെന്താ ഇങ്ങനെ വാങ്ങിച്ചത്? എന്റെ അമ്മേ. അതെ, അല്ലാതെ മേടിക്കുമ്പം നിങ്ങൾ 2ആയിട്ട് പകുത്തെടുക്കുമ്പോൾ ഒരാൾക്ക് തൂക്കം കൂടിയാലോ കുറഞ്ഞാലോ, ഇതാകുമ്പോഴത്തേന് 6 ഇങ്ങനെ വാങ്ങിച്ചത് ഓരോ കിലോ വെച്ച് വാങ്ങിച്ചാ പോരായിരുന്ന? അല്ല, അത് തൂക്കത്തിൽ വ്യത്യാസം. 1 ടീസ്പൂൺ കൂടിയാലും ടീസ്പൂൺ കുറഞ്ഞാലും എനിക്കും വിഷമോ നിങ്ങൾക്കും വിഷമോ. 4, 5, 6, 7, 8, 9. അപ്പൊ ഇത് 9 ഉള്ളു. ബാക്കി കിടപ്പുണ്ട്. ഉള്ളത് തുല്യമായിട്ട് വീതിച്ചെടുക്കണം. പിന്നെന്താ ഉണ്ട്? എല്ലാം ഉണ്ട്. സോപ്പ് 2 എണ്ണം കറക്റ്റ്. പഞ്ചസാര 1 പാക്കറ്റും കൂടെ ഉണ്ട്. കൊള്ളാം. എന്റെ പൊന്നോ, എന്ത് തോന്നി? ഇച്ചിരി പണി പൈസ പെൻഡിങ് ഇന്നത് കിട്ടി. പിന്നെ നമ്മുടെ സ്പെയർ പാർട്സ് കടക്കാരെ ബോണസ് തന്നു. അപ്പൊ കുറച്ച് പൈസ നേരെ അക്ഷയ കയറി അവക്ക് ഇട്ട് കൊടുത്ത്. നല്ല കാര്യം. ബാക്കി ഇവിടെ മേടിച്ചു. എന്നാലും നമ്മളിവിടുന്ന് കഴിക്കുന്നില്ലേ? എന്റെ പൊന്നോ, ഇത്രയും നാളിട്ടൊരു നല്ല കാര്യം ചെയ്യും. സന്തോഷമായില്ലേ? സന്തോഷായി. അന്ന് ഇത് അപ്പുറത്ത് കൊണ്ട് വെച്ചോ. 2, 3. അല്ല, ലിലിപ്പണ്ണങ്ങ് തങ്ങ ചേട്ടത്തി കൊടുത്താ മതിയാ? ഫോൺ ബില്ലടിക്കുന്നല്ല. ഒന്ന് എടുത്ത് വെച്ചേക്കോ. അപ്പൊ ഞാൻ മേടിച്ച കിഴങ്ങ്, ഉള്ളി, ഉണക്കമീൻ, തൈരൊക്കെ എംഎച്ച് സൂപ്പർ മാർക്കറ്റ് പാപ്പനംകോട് എന്തൊക്കെയുണ്ട്? മല്ലിപ്പൊടി 1 മാല, മല്ലിപ്പൊടി 1 മാല, മുളക് പൊടി 1 മാല, മുളക് പൊടി 1 മാല, പഞ്ചസാര 1 kg, പഞ്ചസാര 1 കിലോ. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും കൂടെ തരാൻ പറയുന്നതേ. കച്ചവടം കുറവാണ്. അങ്ങനെ പൂഴ്ത്തി വെച്ചാൽ കച്ചവടം നടക്കും. ഇതൊക്കെ ആർക്കെങ്കിലും കൊടുത്താൽ 1 കിലോ. മറ്റേ ഷംനാഥിൻ്റെ സൂപ്പർ മാർക്കറ്റാ? ഷംനാഥിൻ്റെ കട അടച്ചിട്ടേക്കുമായിരുന്നു. ഇതൊക്കെ നാളെ അത് ഒന്നുകൂടെ പോകണം. നടരായ ഇതെവിടത്തെയാണ്? ഇത് ഏത് കടയാണിത്?
തിരുമല സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. തിരുമല സൂപ്പർ മാർക്കറ്റ്. പുരുഷു എടുത്തു പോയി എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. അളിഞ്ഞ സവാള 1 കിലോ. ഇത് മനുഷ്യന് തിന്നാൻ തന്നെ. ഇത് എന്താ ഇത് അത്രയും കേട് പിടിച്ച സവാള എന്തിനാ വേസ്റ്റ് വാരി തന്നു കിട്ടാ? ഞാൻ അവിടെ ചെന്നു അവര് എടുത്തു വായിക്കുന്നു. ഞാൻ എടുത്തോണ്ട് പോന്നു. ഇതൊക്കെ ഇനി മനുഷ്യന് കൊടുത്ത് പേരുദോഷം കേൾക്കാൻ വേണ്ടിയാണ്. എന്നാലും എഴുതി വെക്കാം. എന്നാൽ അതിൽ നിന്ന് നല്ല നോക്കി എടുക്കണം. ഇനി കിഴങ്ങ് ഇതും ചീഞ്ഞതാന്ന് തോന്നുന്നു. കിഴങ്ങൊക്കെ കിഴങ്ങ് ഒരു തൈരും ഉണ്ട്. ഇത് പാല് പിരിഞ്ഞ് തൈരാക്കി തന്നതന്നെ. തൈര് തൈരെങ്കിൽ തൈര്. ഉണക്കമീനും ഉണ്ട് 1 കവർ. ഓണക്കിറ്റിൽ ഉണക്കമീൻ, ചീഞ്ഞ സവാള, അഴുകിയ കിഴങ്ങ്. തിരുമല സൂപ്പർ മാർക്കറ്റുകാരെ നമ്മുടെ അടുത്തുള്ള വിരോധമുണ്ടോ? ചിലപ്പോൾ RDP പാർട്ടിയുടെ ആളായിരിക്കും. ആയിരിക്കുമല്ല ആണ്. ഇല്ലെങ്കിൽ ഇമ്മാര് നമ്മുടെ അടുത്ത് കാണിക്കും. ഒരു മനുഷ്യൻ ഒരു പാവങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യാണ്ട് സാധനം തരാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ അവൻ്റെ കടയിൽ ചീഞ്ഞത് അഴിയെടുത്ത് നമുക്ക് തന്നു വിട്ടാൽ ഉണക്കമീൻ നമുക്ക് കളിയാക്കാൻ വേണ്ടി ഇതങ്ങനെ വിട്ടാൽ പറ്റൂല. എടുത്തിട അതിനകത്ത്. ഓക്കെ, അവരുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. നമ്മൾ ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ നമ്മളെ കളിയാക്കാൻ നിന്നാലേ വാ ചോദിച്ച് 2 വർത്താനം പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. പടാ. ഇല്ല മുതലാളി എവിടെ? സാറേ മുതലാളി എറണാകുളം വരെ പോയിരിക്കുകയാണ്. കേളാരും ഞാൻ ഇവിടുത്തെ മാനേജർ. ആരായാലും നിങ്ങളുടെ മുതലാളി വരുമ്പോൾ പറയണം തെമ്മാടിത്തരം കാണിക്കലെന്ന് പറയണം കേട്ടാ. ആളുകൾ ഒരുമാതിരി വഴിയാക്കലെന്ന് പറയാം. ഞങ്ങളുടെ പാർട്ടിയുടെ ഓണക്കിറ്റ് വിതരണത്തിന് കുറേ സാധനങ്ങൾ തരാമെന്ന് വളന്ന് അയാളങ്ങ് പറഞ്ഞു. അയാൾ തന്നെ പറഞ്ഞു 10-20 സാധനം ഉണ്ട്, ഞാൻ എല്ലാം എത്തിച്ചു തരാം, ഇവിടെ വന്ന് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പം എന്താ കളിയാക്കാൻ വേണ്ടിയിട്ട് 4-3-7 സാധനം എടുത്ത് ചെയ്യണം? എന്താണെന്നൊരു തോന്നിയത്? സാറേ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. മുതലാളി വന്ന് പറഞ്ഞു, ഒരു ബിഗ് ഷോപ്പർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു DD ആൾക്കാർ വരുമ്പോഴത്തേക്ക് കുറച്ച് സാധനം എടുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞു. അല്ല ഞങ്ങൾക്ക് അപ്പം അത് ശരി. അപ്പം മനഃപൂർവ്വം നമ്മൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ അതെ ഒരു കാര്യം നിങ്ങൾ സുഹൃത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഞങ്ങളെ പള്ള നിറയ്ക്കാനല്ല, ഞങ്ങളെ പള്ള നിറയ്ക്കാനല്ല. ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിങ്ങനെ ആൾക്കാരെ സ്വരൂപിച്ചിട്ട് ഓരോ വീടുകളിലും കൊണ്ട് എത്തിച്ചു കൊടുക്കുകയാണ്. ഒരു നന്മ ചെയ്യണേണ്. അപ്പം നിങ്ങൾ നാട്ടിലുള്ള ഇങ്ങനെയുള്ള വ്യാപാരികൾ നമ്മളെ കളിയാക്കരുത്. നിങ്ങൾ തന്നില്ലേലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ കാണിക്കരുത് കേട്ടാ. ഇതൊക്കെ മോശമാണ്. നാട്ടിൽ ഒരുപാട് പാവങ്ങൾ നിങ്ങളൊക്കെ 24 മണിക്കൂർ തിന്ന് വീർത്ത് കിടക്കണം. നിങ്ങൾക്കൊന്നും അറിയില്ല അതിൻ്റെ വിഷമം, പട്ടിണിൻ്റെ വിഷമം. ഞങ്ങളതൊക്കെ അറിഞ്ഞ ആൾക്കാരാണ് കേട്ടാ. ഇന്നെ നിങ്ങളുടെ കിറ്റ് അതൊന്നും വേണ്ട, ആ പരിപാടിയൊന്നും വേണ്ട. അത് പണി കൊടുക്കണുണ്ട് വേറെ. നിന്റെ മുതലാളി ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാൻ വേണ്ടി. DDT പാർട്ടി എന്താണെന്ന് അറിയിച്ചു തരാം. ഇതിനെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അങ്ങോട്ട് വിടണം. ഇയാൾ നമ്മളെ കളിയാക്കിയത്, ഇയാൾ എന്താണ് ചെയ്യണമെന്ന്. ഇവിടെ നാട്ടിൽ ഷോ കാണിക്കാൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിന്റെ കടയിൽ നിന്റെ മുതലാളിയൊക്കെ ഞാൻ നാട്ടിക്കുന്നുണ്ട്. പറഞ്ഞുതരാം. ക്ലീറ്റസ് DDT പാർട്ടിയുടെ ക്ലീറ്റസ് വന്ന് ഇത് പറഞ്ഞിട്ട് പോയെന്ന് പറ കേട്ടാ. സാർ ഇത് മുതലാളി പറഞ്ഞിട്ട് ചെയ്തതാണ്. മുതലാളി പറഞ്ഞ ആര് പറഞ്ഞാലും ഇങ്ങനെയൊന്നും കാണിക്കരുതേ. പാവങ്ങളൊക്കെ അവരെ എന്താണ് അവരെ ജീവിതം എന്ന് അറിയണം കേട്ടാ. ഇങ്ങനെ പാൻറ് ഷർട്ട് ഇട്ട് എൻജോയ് ചെയ്തിരുന്നിട്ട് കാര്യമല്ല, ഇറങ്ങണം. ഇതൊക്കെ മതിയാക്കിയിട്ട് വാ നമ്മളെ കൂടെ. അപ്പോഴേ അറിയാൻ പറ്റും പട്ടിണി എന്താണെന്ന് പാവങ്ങൾ എന്താണെന്ന് നോക്കാൻ. അല്ല ഞാൻ ചോദിക്കാതെ അല്ല അതിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഞാൻ വരട്ടെ, അവൻ നേരിട്ട് വന്നാൽ ഞാൻ ചോദിക്കാം. ക്ലീറ്റോ എന്ത് ചെയ്താലും നമുക്ക് തലവേദനയാണല്ലോ. എവിടെ നിന്റെ ഡാഡി? എവിടെ? നിന്റെ ഡാഡി എവിടെ? ഡാഡി ഇവിടെ ഇല്ല. എങ്ങോട്ട് പോയി? രാവിലെ പോയി വന്നില്ല. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുക, ബാക്കിയുള്ളവന് തലവേദന ഉണ്ടാക്കാൻ. എന്ത് പറ്റി? ആ തിരുമല ഒരു കടയിൽ ചെന്നിട്ട് നിന്റെ ഡാഡി പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. എന്താ അമ്മാവ? അല്ലടി നിന്റെ ആങ്ങളത് എന്തുദ്ദേശിച്ച അറിയാഞ്ഞിട്ട് ചോദിക്കാ ഞാൻ. എന്താന്ന്? ഞാൻ സ്ഥിരം സാധനങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന കടയാണ് ആ തിരുമലയിലൊരു കട. എന്റെ കയ്യിൽ നിന്ന് അയാൾ പയറായാലും വെണ്ട ആയാലും ചീര ആയാലും കൊല നൂത്ത് കഴിഞ്ഞാൽ കൊടുത്താലൊക്കെ മേടിക്കുന്ന ആളാ. പറ്റിയെന്ന് പറയപ്പോ ഇവര് ഈ പാർട്ടിയുടെ ഓണക്കിറ്റിന് വേണ്ടിയിട്ട് ഓരോ കടയിലും കയറി സാധനങ്ങൾ പിരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ചെന്നപ്പോ കണ്ടമാനം സാധനം കൊടുത്തു എന്ന് അയാൾ പറയണു.
ഇവർ ചെന്ന് പാർട്ടി ഓഫീസിൽ ചെന്ന് നോക്കിയപ്പോൾ അതിൽ സാധനങ്ങൾ കുറഞ്ഞു എന്നും പറഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്താ കളിയാക്കുകയാണോ? നിങ്ങൾക്ക് എന്താ ചോദിച്ചാൽ തന്നൂടെ എന്ന് ചോദിച്ചിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കി അയാൾ വിളിച്ചു പറയുന്നത്. അപ്പൊ അവര് കൊടുക്കാന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ടാവും. കൊടുത്തു എന്നാണല്ലോ ഇയാൾ പറയുന്നത്. ഇനി എന്റെ കൂടെയുള്ളവരും പറ്റിച്ചിട്ടുണ്ടാവും ചിലപ്പോ. അങ്ങനെയൊക്കെ ചെയ്യൂ. പിന്നെ അല്ലെങ്കിൽ അയാൾ നോണ പറയോ? ഇനിയിപ്പോ അഥവാ കൊടുത്തു എന്ന് വെച്ചോ, അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് അറിഞ്ഞു കൊടുക്കുന്ന സാധനല്ലേ, അത് ഇത്ര തന്നെ കൊടുത്തോളണം എന്താ? ഇപ്പം കാരണം എന്താ എന്റെ കച്ചവടം മുടങ്ങിയത്? ഈ ദേശം കൊണ്ട് എന്റെ സാധനം മേടിച്ചില്ലെങ്കിലോ? അതൊന്നും അങ്ങനെ മേടിക്കാതിരിക്കത്തൊന്നുമില്ല. അതെന്ത്? എന്റെ അമ്മാവ ക്ലീറ്റോ ചേട്ടൻ വരട്ടെ, വന്നിട്ട് ചോദിക്ക് ഇത് സംഭവം സത്യമാണോ. ഇത് ഒരു ഭാഗം മാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ. എടി സത്യം ഇല്ലെങ്കിൽ പിന്നെ അയാൾ എന്തിനാ എന്നോട് ഇത് പറയണേ? അയാൾക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നില്ലേ? അയാൾ ആ കടയിലുണ്ടായിരുന്നില്ല, അയാൾ എറണാകുളത്തായിരുന്നു. പണിക്കാരുടെ അടുത്ത് എന്നിട്ടാണ് ഈ സാധനം ചോദിച്ചത്. പറഞ്ഞ സാധനം എടുത്തു കൊടുത്തു എന്ന് പണിക്കാരും പറഞ്ഞു. എന്നിട്ട് അവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് വിഷമം ഉണ്ടായതുകൊണ്ടല്ലേ അയാൾ എറണാകുളത്ത് തന്നെ വിളിച്ച് പരാതി പറഞ്ഞു. അത് വന്നിട്ട് ചോദിക്കുക. അവരൊരു നല്ല കാര്യത്തിന് പോയിരിക്കണല്ലേ. നല്ല കാര്യത്തിന് കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എത്ര സാധുക്കൊക്കെ കൊടുക്കണത്? കിറ്റ് കൊടുക്കണത് നല്ല കാര്യമാണ്. ആ കിറ്റിന് വേണ്ടി സഹകരിക്കുന്നതും നല്ലതാണെന്നൊരു ബോധം ഉണ്ടാവണം. അവനെ കനകം പറയുന്നത് വെറുതെ അല്ല കേട്ടോ. അവനെ കുറിച്ച് ഞാൻ പല കാര്യത്തിലും എന്റെ കൂട്ടു നിൽക്കുന്ന, പക്ഷെ എന്റെ സ്വഭാവം ശരിയല്ല അവന്റെ. പിള്ളേർ നോക്കണം. പിന്നെ നിന്റെ ആങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, ആദ്യം കുടുംബത്തെ പട്ടിണി മാറ്റാൻ പറ. അത് കഴിഞ്ഞിട്ട് മതി കിറ്റായിട്ട് പോയിട്ട് നാട്ടുകാരുടെ പട്ടിണി മാറ്റി ഒരു സമാധാനം തരാൻ പറ. അവൻ വന്ന എന്നെ വിളിക്ക്, എനിക്ക് അവനോട് 2 വാക്ക് പറയാണ്ടവനു. അമ്മാന് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ പോയി പഠിക്കാൻ നോക്ക്. സ്ഥിരമായി. നേതാവേ, നമുക്ക് പോയൊരു ചായയൊക്കെ കുടിക്കാം, വിഷമമൊക്കെ അങ്ങ് മാറും. എൻ്റെ വിഷമം മാറാൻ ഞാൻ ഒരു ചായ കുടിച്ചാലേ എൻ്റെ ഏറ്റവും വലിയ വിഷമം നിങ്ങൾ രണ്ടുപേരുക. അത് മാറില്ല. നിനക്കൊക്കെ എപ്പോഴും തിന്നാൻ കുടിക്കുകയും ചെയ്യണ കാര്യമുള്ളൂ. മനുഷ്യടുത്ത് ഇവിടെ ഉള്ളു കിടന്ന് ഉരുകി വെന്തോണ്ടിരിക്കുകയാണ്. കഷ്ടകാലത്തിനും ഈ അമ്മാവൻ്റെ ഒരു സൈഡിന് വീട്ടിലോട്ട് ചെന്ന പെണ്ണുങ്ങളെ വായിരിക്കുന്നത്, പിന്നെ പോലീസുകാരൻ്റെ വക. എന്തിനു പറയണ ഇപ്പം മുത്തു പോലും അവളും പറഞ്ഞു തുടങ്ങി. എന്നാൽ ഏത് സമയത്താണോ എന്തോ ഞാൻ അമ്മാവൻ്റെ കൂട്ടുകാരനാണ്, പരിചയക്കാരനാണെന്നും. എടാ നിനക്ക് ആ കിറ്റ് ഒന്ന് തന്നപ്പോ തുറന്നു നോക്കിക്കൂടെടാ. കടയിൽ ചെന്നാ മതി, സാധനം തരും വാങ്ങിച്ചോണ്ട് വരാൻ. അപ്പക്കുട്ട സാറ് മിക്കവാറും വിളി വരും എല്ലാ സൈഡിൽ നിന്ന്. കർത്താവേ, അപ്പക്കുട്ട സാറായിരിക്കും. എവിടത്തിന് വിളിക്കണ എന്ത് മുത്തേ? ഡാഡി ഒരു മീറ്റിങ്ങിലാ. ഡാഡി സൂപ്പർ മാർക്കറ്റിൽ പോയി അടി ഉണ്ടാക്കിയോ? അതിപ്പോ വൈറലായി. അതാരോ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഭയങ്കര വൈറലായി. പട്ടിണി പാവങ്ങളുടെ കിറ്റിന് വേണ്ടി വ്യാപാരിയോട് തർക്കിച്ച നേതാവ് ജനഹൃദയത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് മൊത്തം ഇതുപോലത്തെ നേതാവാ കേരളത്തിന് വേണ്ടത്. ഞാൻ ലിങ്ക് അയച്ചു തരാം, കേറി കാണോ? ലിങ്ക് അയച്ചു തരാം, കമന്റ് നോക്കോ? ശരി മക്കളെ. ഓക്കെ, അയച്ചേക്ക. കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ മാർക്കറ്റിൽ പോയി പ്രശ്നം ഉണ്ടാക്കാതെ യാവനോ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടുന്നു. അപ്പൊ അതിനകത്ത് എഴുതിക്കണത് പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നേതാവ് ജനഹൃദയങ്ങളിലേക്കുണ്ട്. ലിങ്ക് അയച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഒരുപാട് കമന്റൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണേ. കമന്റ് വായിക്കടാ പുരുഷു. ഇങ്ങനെയുള്ള നേതാവിനെയാണ് ജനങ്ങൾക്ക് ആവശ്യം. ക്ലീശറ്റ് മത്തായിക്ക് അഭിനന്ദനങ്ങൾ. ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന നേതാക്കന്മാർ ഇദ്ദേഹത്തെ മാതൃകയാക്കുക. ക്ലീറ്റസ് മത്തായിയെ മുഖ്യമന്ത്രിയാക്കുക. അയ്യോ, നേതാവിന് ഷൈൻ ചെയ്യും. ഏതായാലും ചക്കര വെച്ചത് കുക്കിന് കൊണ്ടല്ലോ നേതാവേ. കൊക്കിനല്ല, ക്ലീറ്റസ് നേതാവിനാണ് കൊണ്ടത്. ഈ കൊണ്ടത് വെച്ച ക്ലീറ്റസ് നേതാവ് അടുത്ത ഇലക്ഷനിൽ ഒരു വാരും നോക്കിക്കോ. നമുക്കെങ്കിൽ ചായ കുടിക്കാം, കടിയോ ആവോ.